ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലേക്കുള്ള വോട്ടെടുപ്പ് ചൊവ്വാഴ്ച. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കാൻ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 75 പ്രതിനിധികൾ ഇന്ത്യയിലെത്തി. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ നാളെ. രാജ്യത്തിനകത്തും വിദേശത്തുമുള്ള 571 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതുന്നത് 24 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ. കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങളിൽ ഇളവ് വരുത്തി ഗതാഗത വകുപ്പിന്റെ പുതുക്കിയ സർക്കുലർ പുറത്തിറങ്ങി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ISL ഫുട്ബോൾ കിരീട ജേതാക്കളെ ഇന്നറിയാം. മോഹൻ ബഗാൻ മുംബൈ സിറ്റി പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. 5 ദിവസത്തെ പര്യടനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഹിമാചൽ പ്രദേശിലെത്തി. ഷിംലയ്ക്കടുത്തുള്ള കല്യാണി ഹെലിപാഡിലിറങ്ങിയ രാഷ്ട്രപതിയെ ഗവർണർ ശിവപ്രതാപ് ശുക്ലയും മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖുവും ചേർന്ന് സ്വീകരിച്ചു. നാളെ രാഷ്ട്രപതി കുഫ്രിയിലെ ക്യാച്ച്മെന്റ് ഏരിയ സന്ദർശിക്കും. മറ്റന്നാൾ ധർമ്മശാല കേന്ദ്ര സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ ശ്രീമതി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. മെയ് 7-ന് ഷിംലയിലെ ചരിത്രപ്രസിദ്ധമായ ഗെയ്റ്റി തിയേറ്ററിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടിയിലും രാഷ്ട്രപതി സംബന്ധിക്കും. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വോട്ടെടുപ്പിന് 3 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ദേശീയ നേതാക്കളും താരപ്രചാരകരും വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം തുടരുകയാണ്. NDAയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാർ, ഝാർഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ പ്രചാരണത്തിലാണ്. കേന്ദ്രമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഛോട്ടാ ഉദയ്പൂരിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തു. വൽസദ്, ദാമൻ ദിയു എന്നിവിടങ്ങളിലെ പ്രചാരണ പരിപാടികളിലും ശ്രീ അമിത്ഷാ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി, ആം ആദ്മി പാർട്ടി നേതാവ് ഭഗവന്ത് മാൻ എന്നിവരും ഇന്ന് ഗുജറാത്തിൽ പ്രചാരണത്തിലാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് കർണാടകയിലെ കൽബുർഗിയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗോവയിലെയും ഗുജറാത്തിലെയും മുഴുവൻ മണ്ഡലങ്ങളും ഉൾപ്പെടെ 93 ലോക്സഭാ സീറ്റുകളിലാണ് ഈ മാസം 7-ന് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. കർണാടകയിലെ അവശേഷിക്കുന്ന 14 സീറ്റുകൾക്കൊപ്പം മഹാരാഷ്ട്രയിലെ 11, ഉത്തർപ്രദേശിലെ 10, മധ്യപ്രദേശിലെ 8, ഛത്തീസ്ഗഡിലെ 7 സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ട തെരഞ്ഞെടുപ്പുകൾക്കായി ശക്തമായ പ്രചാരണം പുരോഗമിക്കുന്നു. വോട്ടർമാരെ സ്വാധീനിക്കാൻ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ പ്രചാരണം സംഘടിപ്പിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഝാർഖണ്ഡിലെ പലാമു, ഗുംല ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു. കഴിഞ്ഞ 10 വർഷത്തെ NDA ഭരണത്തിൽ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയതായി അദ്ദേഹം പറഞ്ഞു. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുത്തു. ബീഹാറിലെ ദർഭംഗ രാജ് ഗ്രൌണ്ടിൽ നടന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യവേ കോൺഗ്രസിന്റെയും RJDയുടെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ ബീഹാറിന്റെ ഭാവി നശിപ്പിച്ചതായി പ്രധാനമന്ത്രി ആരോപിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും RJD നേതാവ് തേജസ്വി പ്രസാദ് യാദവും അവതരിപ്പിച്ച റിപ്പോർട്ട് കാർഡ് അവരുടെ മുൻ സർക്കാരുകളുടെ അഴിമതിയും നിയമലംഘനവും ഓർമ്മിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. RJD ഭരണകാലത്ത് പൊതുപണം കൊള്ളയടിക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ കുംഭകോണത്തിലെ RJD അധ്യക്ഷൻ ലാലു പ്രസാദിന്റെ പങ്ക് സംബന്ധിച്ചും പ്രധാനമന്ത്രി ആരോപിച്ചു. ഗുജറാത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഛോട്ടാ ഉദയ്പൂരിലെയും ബൻസദയിലെയും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. സംവരണം, SC, ST, OBC വിഭാഗങ്ങളുടെ ഭരണഘടനാപരമായ അവകാശമാണെന്നും BJP അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം അത് നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെയും ക്ഷേമത്തിനും സാമ്പത്തിക വികസനത്തിനും BJP സർക്കാർ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ ഷാ വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ കർഷകർക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ ഒരു സ്ഥിരം കമ്മീഷനെ നിയമിക്കുമെന്ന് ബനസ്കന്തയിൽ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. രാജ്യത്തെ കർഷകരുടെയും തൊഴിലാളികളുടെയും ക്ഷേമത്തിന് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രിയങ്ക ഗാന്ധി ആവർത്തിച്ചു. AAP നേതാവും പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ ഭഗവാൻ മന്നും സംസ്ഥാനത്ത് പ്രചാരണങ്ങളിൽ പങ്കെടുത്തു. മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശിലെ 10 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമാണ്. സംഭാൽ, ഹത്രാസ്, ആഗ്ര, ഫത്തേപൂർ സിക്രി, ഫിറോസാബാദ്, മെയിൻപുരി, ഇറ്റാഹ്, ബദൌൺ, ഓൺല, ബറേലി എന്നീ മണ്ഡലങ്ങളിലാണ് ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. സമാജ്വാദി പാർട്ടിയുടെ പരമ്പരാഗത കോട്ടയായ മെയിൻപുരി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇവിടെ സമാജ്വാദി പാർട്ടി ഡിംപിൾ യാദവിനെ മത്സരിപ്പിക്കുമ്പോൾ UP മന്ത്രി ജയ്വീർ സിംഗാണ് BJPയുടെ സ്ഥാനാർത്ഥി.
മുൻ MLA ശിവപ്രസാദ് യാദവിന് BSP ടിക്കറ്റ് നൽകി. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി BJP പ്രചാരണം കൊഴുപ്പിക്കുമ്പോൾ തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, സംവരണം, ജാതി സെൻസസ് തുടങ്ങിയ വിഷയങ്ങളാണ് സമാജ്വാദി പാർട്ടി ഉയർത്തുന്നത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഇന്ന് വൈകിട്ട് മെയിൻപുരിയിൽ റോഡ് ഷോ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മെയിൻപുരിയോട് ചേർന്നുള്ള ഇറ്റാവയിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. BJPയുടെയും BSPയുടെയും നിരവധി പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിന്തുണ നേടുന്നതിനായി വീടുവീടാന്തരം പ്രചാരണം നടത്തുന്നുണ്ട്. നാളെ വൈകിട്ട് പ്രചാരണം സമാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 13 സീറ്റുകളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സമർപ്പണം പൂർത്തിയായി. ഈ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് മെയ് 13 നടക്കും. സമാജ്വാദി പാർട്ടിയുടെ കോട്ടയായി കണക്കാക്കപ്പെടുന്ന കനൌജും ഇതിൽ ഉൾപ്പെടുന്നു. 3 തവണ ഈ മണ്ഡലത്തിൽ നിന്ന് MP ആയ SP നേതാവ് അഖിലേഷ് യാദവ് വീണ്ടും മത്സരരംഗത്തുണ്ട്. ഇവരെ കൂടാതെ 13 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഉത്തർപ്രദേശിലെ ആഗ്ര ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പൂജ അംരോഹിയെ പിന്തുണച്ച് ബഹുജൻ സമാജ് പാർട്ടി അധ്യക്ഷ മായാവതി ഇന്ന് പൊതുയോഗം സംഘടിപ്പിച്ചു. പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും മൂലം രാജ്യത്തെ ജനങ്ങൾ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന് അവർ ആരോപിച്ചു. ആഗ്ര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. സിറ്റിംഗ് MP SP സിംഗ് ബാഗേലാണ് BJP സ്ഥാനാർത്ഥി. സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി സുരേഷ് ചന്ദ് കർദാമാണ്. ഇവരെ കൂടാതെ 8 സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു. ഈ മാസം 6 വരെ പത്രിക പിൻവലിക്കാം. ബീഹാർ, ഝാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 49 മണ്ഡലങ്ങളാണ് 5ാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ഈ മാസം 20-നാണ് 5ാം ഘട്ട വോട്ടെടുപ്പ്. രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ 23 രാജ്യങ്ങളിൽ നിന്നായി 75 അന്താരാഷ്ട്ര സന്ദർശകരെത്തി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഇവരെത്തിയത്. സന്ദർശന വേളയിൽ 6 ദിവസത്തെ പ്രത്യേക പരിപാടിയിൽ വിദേശ പ്രതിനിധി സംഘം പങ്കെടുക്കും. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ മറ്റ് രാജ്യങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഡൽഹി കോൺഗ്രസ് മുൻ അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൌലി BJPയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി, BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഡൽഹി BJP ആസ്ഥാനത്തെത്തിയാണ് അരവിന്ദർ സിംഗ് അംഗത്വം സ്വീകരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മെഡിക്കൽ പ്രവേശനത്തിനുള്ള പരീക്ഷയായ നീറ്റ് നാളെ നടക്കും. ഉച്ചയ്ക്ക് 2 മുതൽ 5:20 വരെയാണ് പരീക്ഷ. ഇത്തവണ 24 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ 557 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലുമായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. exams.nta.ac.in/NEET എന്ന വെബ്സൈറ്റിൽ നിന്നും അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യാം. MBBS, BDS, ആയുർവേദം അടക്കമുള്ള മെഡിക്കൽ ബിരുദ കോഴ്സുകൾ, വെറ്ററിനറി, അഗ്രികൾച്ചറൽ, അനുബന്ധ കോഴ്സുകൾ തുടങ്ങിയവയുടെ പ്രവേശനത്തിനും നീറ്റ് സ്കോർ പരിഗണിക്കും. സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 3-ന് പ്രവേശനോത്സവത്തോടെ ഈ അധ്യയന വർഷം ആരംഭിക്കും. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. ഇക്കാര്യം ചർച്ച ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് പുതുക്കിയ സർക്കുലർ പുറത്തിറക്കി. നേരത്തെയുണ്ടായിരുന്ന മാർഗനിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്തിയാണ് പുതിയ സർക്കുലർ. ഇതിൽ പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 30-ൽ നിന്ന് 40 ആക്കി ഉയർത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഓറഞ്ച് ജാഗ്രത നൽകി. ഈ മേഖലകളിൽ നാളെ അർദ്ധരാത്രി വരെ അതിതീവ്ര തിരമാലകൾ കാരണം ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകി. ISL ഫുട്ബോൾ കിരീട ജേതാക്കളെ ഇന്നറിയാം. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റും മുംബൈ സിറ്റി FCയും തമ്മിലുള്ള ഫൈനൽ മത്സരം ആരംഭിച്ചു. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിലേക്കുള്ള വോട്ടെടുപ്പ് ചൊവ്വാഴ്ച. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കാൻ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 75 പ്രതിനിധികൾ ഇന്ത്യയിലെത്തി. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ നാളെ. രാജ്യത്തിനകത്തും വിദേശത്തുമുള്ള 571 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതുന്നത് 24 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ. കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങളിൽ ഇളവ് വരുത്തി ഗതാഗത വകുപ്പിന്റെ പുതിയ സർക്കുലർ പുറത്തിറങ്ങി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ISL ഫുട്ബോൾ കിരീട ജേതാക്കളെ ഇന്നറിയാം. മോഹൻ ബഗാൻ മുംബൈ സിറ്റി പോരാട്ടം പുരോഗമിക്കുന്നു.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.